ഇന്നലെ മറ്റു ചില ആരോപണങ്ങൾ കൂടി അൻവർ പറഞ്ഞിട്ടുണ്ട്. അതിൽ മലപ്പുറം ജില്ലയിലെ ചില സ്വർണ്ണക്കടകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആരോപണമാണ്. ചില സ്വർണ്ണക്കടകൾ കള്ളക്കടത്ത് സ്വർണം കടത്താനുള്ള കേന്ദ്രമാക്കി മാറ്റുന്നു എന്നുള്ളതാണ്. ചില കേന്ദ്രങ്ങളൊക്കെ ചില ആളുകളുടെ വ്യക്തികളുടെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവിടെയൊന്നും ഈ നിമിഷം വരെ അന്വേഷണ ഏജൻസികൾ ആരും ചെന്നെത്തിയിട്ടില്ല. അവർക്കൊക്കെ തെളിവ് 24 മണിക്കൂർ കഴിഞ്ഞ് തെളിവ് നശിപ്പിക്കാനുള്ള ആവശ്യമായ സമയമായി. എന്തുകൊണ്ടാണ് ഈ കേസിൽ ഇത്തരം കാര്യങ്ങൾ അന്വേഷിക്കാൻ തയ്യാറാകാത്തത് എന്നുള്ള ചോദ്യം പ്രസക്തമാണ്. ആ ചോദ്യത്തിലുള്ള ഉത്തരം ഇതിനെല്ലാം പിറകിൽ മുഖ്യമന്ത്രിയുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. പൊളിറ്റിക്കൽ സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും മുഖ്യമന്ത്രിയുടെ മൗനാനുവാദം എന്നുള്ളതുകൊണ്ടാണ്. ഇത്രയും ഗുരുതരമായൊരു വിഷയം കേരളത്തിലുണ്ടായിട്ട് അതിൻ്റെ മെറിറ്റിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് പകരം ഈ സംഭവത്തെ മറ്റൊരു ദിക്കിലേക്ക് എത്തിക്കാനാണ് പ്രതിപക്ഷ നേതാവ് പരിശ്രമിക്കുന്നത്. ഇതിൻ്റെ എല്ലാം പുറകിൽ RSS ആണ് എന്ന VD സതീശൻ്റെ കണ്ടെത്തൽ അദ്ദേഹത്തിൻ്റെ ബുദ്ധിക്കെന്തോ കാര്യമായി സംഭവിച്ചതുകൊണ്ടാണ്. സംസ്ഥാനത്തെ ADGPയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും ക്രിമിനൽ കുറ്റകൃത്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു എന്നുള്ള ഗൗരവമേറിയൊരു വാർത്ത, ആ വാർത്ത വന്നിട്ട് അതിനെ സംരക്ഷിക്കുന്ന നിലപാട് മുഖ്യമന്ത്രി സ്വീകരിച്ചിട്ട് അതിൻ്റെ കൂടെ RSSനെ വലിച്ചു കെട്ടി മുഖ്യമന്ത്രിയെയും ADGPയും രക്ഷപ്പെടാനുള്ള കവാടമൊരുക്കുകയാണ് പ്രതിപക്ഷ നേതാവ് ചെയ്യുന്നത്. സത്യത്തിൽ പ്രതിപക്ഷ നേതാവിന് ADGP നിലനിൽക്കണമെന്ന് ആഗ്രഹമുണ്ടോ? പൊളിറ്റിക്കൽ സെക്രട്ടറിയെ ശശി തുടരണമെന്ന് ആഗ്രഹമുണ്ടോ? ഈ ക്രൈസിസിൽ നിന്ന് പിണറായി വിജയൻ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? സത്യത്തിൽ ഈ വിഷയത്തിൽ അനാവശ്യമായിട്ടുള്ള വിവാദങ്ങളുണ്ടാക്കി ഈ വിഷയമായി ഒരു ബന്ധമില്ലാത്ത പുതിയ കാര്യങ്ങൾ കൊണ്ടുവന്ന് അനാവശ്യ വിവാദമുണ്ടാക്കി മുഖ്യമന്ത്രിക്കും ADGPക്കുമുള്ള രക്ഷാകവചം ഒരുക്കുകയാണ് VD സതീശൻ ചെയ്യുന്നത്.